ഇത് കോൺട്രാക്ടറിൻ്റെ മാത്രം വിജയമല്ല, ഇത് മുഹമ്മദ് റിയാസിൻ്റെയും കൂടെ വിജയമാണ്. കാരണം മഴ പെയ്യുവാണ്, മഴയെന്നോ വെയിലെന്നോ ഇല്ലാതെ റോഡ് പണിക്കാർ കിടന്ന് കഷ്ടപ്പെടുക, റോഡ് പണിയുവാ. ഇത് മുഹമ്മദ് റിയാസിനെ പേടിച്ചിട്ടാണോ അതോ ന്യൂയോർക്കിനേക്കാളും വെല്ലുന്ന റോഡ് പണിയാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണോ എന്നും അറിയത്തില്ല. എന്തുമായാലും മഴ കനത്തുകൊണ്ടിരിക്കുകയാണ്, റോഡ് അടിപൊളിയാക്കുവാണ്. മഴയത്ത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം റോഡ് പണിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് കുത്തി ഇളക്കാനുള്ളതാണ്, പൈപ്പൊക്കെ ഇടാനുള്ളതാണ്. അപ്പം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ മുഹമ്മദ് റിയാസിന് ഒരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കണം. കാരണം ഇത്രയും മഴയത്ത് അവരെ കിടന്ന് കഷ്ടപ്പെടുത്തി നമുക്ക് വേണ്ടി, നമ്മുടെ ഓരോ ജീവന് വേണ്ടി റോഡ് റെഡിയാക്കി കൊടുക്കുക. അടുത്ത വെള്ളത്തിൽ ഒലിച്ചു പോയിട്ട് അടുത്ത ഫണ്ട് എഴുതിയെടുക്കാനുള്ള, നമ്മളെ വലിപ്പിക്കാനുള്ളതാണ്. നമ്മുടെ പൈസ ഇനി വീണ്ടും എഴുതിയെടുക്കണമാർക്ക്. അവിടെ റോഡ് ഒലിച്ചു പോയി വീണ്ടും കോൺട്രാക്റ്റ് കൊടുത്തു 10 കോടി രൂപ. ആ കഷ്ടപ്പാട് നമുക്ക് വേണ്ടിയാണ്, നമ്മുടെ ഓരോ ജീവന് വേണ്ടിയാണ്. നാളെ ഈ നാറികൾ വന്നിട്ട് ആരിലും വീണ് ചത്തു കഴിഞ്ഞാൽ 25 ലക്ഷം രൂപ 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിക്കും. ഇലക്ഷനൊക്കെ വരുമല്ലേ. അപ്പോൾ ആ ധനസഹായം ആരെങ്കിലും എവിടെയെങ്കിലും വീണ് ചത്തു കഴിഞ്ഞാൽ ഇവന്മാരുടെ സ്ഥിരം പരിപാടിയാണ് ധനസഹായം പ്രഖ്യാപിക്കുക, അവരെ കയ്യിലെടുക്കുക, 10 വോട്ടായിട്ട് അത് തിരിച്ച് ഇവർക്ക് തന്നെ കിട്ടണം. ഇതാണ് ഇവന്മാരുടെ പരിപാടി.